ദൈവത്തിൻ്റെ ദാനമായ ഒരു പുതിയ ദിവസം ദൈവം നമുക്ക് നൽകി. ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന, പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നയിപ്പാൻ വചനം കേൾക്കുന്ന എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സദൃശവാക്യം 29 അധ്യായം 25 വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: മാനുഷ്യ ഭയം ഒരു കെണി ആകുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. ശരിയാണെന്ന് അറിഞ്ഞ കാര്യങ്ങൾ പോലും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നതിന് വ്യക്തികളെ തടയുന്നത് മാനുഷികമായ ഭയമാണ്. പിശാചിനെ ഭയപ്പെടുന്നവരുണ്ട്, മനുഷ്യരെ ഭയപ്പെടുന്നവരുണ്ട്. പല ഭയങ്ങൾക്ക് അടിമപ്പെട്ട മനുഷ്യരാണ് ഇന്ന് ലോകത്തിലുള്ളത്. ഒരു വ്യക്തി ഭയപ്പെട്ടു പോയാൽ ആ വ്യക്തിക്ക് മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. അതുകൊണ്ടായിരിക്കാം ദൈവത്തിൻ്റെ വചനത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യഭയത്തെക്കുറിച്ചാണ്. അത് ഒരു കെണി ആകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാനും യേശുവിനെ ആരാധിക്കുവാനും യേശുവിൽ ആശ്രയിക്കുവാനും ഒക്കെ പലർക്കും ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടെങ്കിലും അതിന് തുനിയാത്തതും ആ കാര്യത്തിൽ അനുസരണം കാണിക്കാത്തതും മനുഷ്യഭയം കൊണ്ടാണ്. യോഹന്നാൻ്റെ സുവിശേഷം 9 അധ്യായം 22 വാക്യത്തിൽ നാം കാണുന്നു: യേശു സൗഖ്യമാക്കിയ ഒരുവൻ്റെ അപ്പനും അമ്മയും യേശുക്രിസ്തുവിനെ പരസ്യമായിട്ട് ഏറ്റുപറയുവാൻ വിമുഖത കാണിക്കുന്നു. തങ്ങളുടെ മകൻ ദീർഘനാളുകൾ ആരോഗ്യപ്രശ്നങ്ങൾ നിമിത്തം രോഗിയായി ഭാരപ്പെട്ടിരുന്നു. എന്നാൽ യേശുവാണ് തങ്ങളുടെ മകനെ സൗഖ്യമാക്കിയത് എന്ന് അപ്പനും അമ്മയ്ക്കും അറിയാമായിരുന്നു. എങ്കിലും അവർ യഹൂദന്മാരെ ഭയപ്പെട്ടതുകൊണ്ട് യേശുവിനെ ഏറ്റുപറയാതെ കഴിഞ്ഞു എന്ന് വായിക്കുന്നു. യോഹന്നാൻ 9:22 യഹൂദന്മാരെ ഭയപ്പെടുക കൊണ്ടത്രേ അവൻ്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത്. കാരണം അവനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവൻ പള്ളിഭ്രഷ്ടനാകണം എന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞുത്തിരുന്നു. പള്ളിഭ്രഷ്ടരാക്കുവാൻ അവർ തീരുമാനിച്ചിരുന്നു. മതപരമായും സാമൂഹികമായും യേശുവിനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവനെ ഒറ്റപ്പെടുത്തുവാനുള്ള തീരുമാനമാണ് യഹൂദന്മാർ സ്വീകരിച്ചിരുന്നത്. ഇത് സൗഖ്യം പ്രാപിച്ച ആളുടെ മാതാപിതാക്കന്മാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് സൗഖ്യമായവൻ്റെ അമ്മയപ്പന്മാർ യഹൂദന്മാരെ ഭയപ്പെട്ടുകൊണ്ട് യേശുവിനെ പരസ്യമായിട്ട് ഏറ്റുപറയാതെ ഇരുന്നത്. യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിൻ്റെ ഒരു ശിഷ്യനായി കഴിഞ്ഞ അരിമത്യയിലെ ജോസഫിനെ കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 19:38 നാം കാണുന്നുണ്ട്. അദ്ദേഹം സാധാരണക്കാരനായിരുന്നില്ല, ധനവാനായിരുന്നു, ഉന്നത സ്ഥാനം അലങ്കരിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിനും യഹൂദന്മാരെ ഭയമാണ്. മതത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയാൽ, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയാൽ, ഒറ്റപ്പെടുത്തിയാൽ, ഭ്രഷ്ട് കൽപ്പിച്ചാൽ എന്തു ചെയ്യും? ഇന്നും സത്യാന്വേഷികളായ പലരെയും പുറകോട്ട് വലിക്കുന്നത് മനുഷ്യഭയം തന്നെയാണ്. ഒരുപാട് ആളുകൾ രക്ഷിക്കപ്പെട്ട് രഹസ്യമായിട്ട് യേശുവിനെ സ്നേഹിക്കുന്നവരുണ്ട്. എന്നാൽ പരസ്യമായിട്ട് അവർ അത് വെളിപ്പെടുത്തുന്നില്ല. അതിൻ്റെ കാരണം അവർക്ക് മനുഷ്യന് ഭയമാണ്. ഭയത്തിന് ദണ്ഡനമുണ്ട് എന്നാണല്ലോ തിരുവെഴുത്ത് നാം കാണുന്നത്. ഭയം ഒരു വലിയ കെണി തന്നെയാണ്. യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് പോലും ഭയമുണ്ടായിരുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം പീലാത്തോസിൻ്റെ പട്ടാളം യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ അന്വേഷിച്ച് ഇറങ്ങിയ സന്ദർഭത്തിൽ യേശുവിൻ്റെ ശവശരീരം
അവൻ്റെ ശിഷ്യന്മാർ കട്ടുകൊണ്ടുപോയി എന്നൊരു കള്ളക്കഥ അവിടെ പരന്നിരുന്നത് കൊണ്ട് ശിഷ്യന്മാരെ തേടി രാജ്യത്തിലെ പട്ടാളം അന്വേഷിച്ചിറങ്ങുമ്പോൾ നാം കാണുന്നത് യോഹന്നാൻ 20:19 ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ. നോക്കൂ, യഹൂദന്മാരെ ഭയപ്പെട്ട് മുറി തുറക്കുവാൻ പോലും ധൈര്യമില്ലാതെ വാതിൽ അടച്ചിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് ഒരു കെണിയാണ്. ആ മനുഷ്യ ഭയം മാറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നാം നിറഞ്ഞാൽ മാത്രം മതി. യേശു പറഞ്ഞു, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെ ആത്മാവിനെ, ധൈര്യത്തിൻ്റെ ആത്മാവിനെ, സുബോധത്തിൻ്റെ ആത്മാവിനെയാണ് ഞാൻ നിങ്ങളുടെ മേൽ അയക്കുന്നത്. ക്രിസ്തുവിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്നാൽ ആ വ്യക്തിക്ക് ധൈര്യം ലഭിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ അതിൻ്റെ തെളിവുകളാണ്. അവർ ധൈര്യപ്പെട്ട് ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു എന്നാണ് നാം വായിക്കുക. അതുകൊണ്ട് എല്ലാ ഭയങ്ങളും നമ്മിൽ നിന്ന് പുറത്തു പോകട്ടെ. ഞാൻ നിലവിളിച്ചു, യഹോവ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു എന്നുള്ള വചനം പോലെ ഏതെങ്കിലും കാര്യത്തിൽ എന്തിനെയെങ്കിലും ആരെയെങ്കിലും ഭയപ്പെടുന്നവർ വചനം കേൾക്കുന്നെങ്കിൽ ആ ഭയത്തിൻ്റെ ശക്തികൾ നിങ്ങളെ വിട്ടുമാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.